Asylum Learning നിങ്ങളുടെ ഈ സ്വന്തം മിഥിലാമസാണ്. സോ നമ്മുടെ കെമിസ്ട്രിയിലെ 3rd ചാപ്റ്റർ ആണ് പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ അല്ലെ. അപ്പൊ അതിന്റെ കുറച്ച് ഭാഗത്ത് നിന്ന് മാത്രമായിരുന്നു നമുക്ക് ഓണപരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത്. അപ്പോൾ റിമൈനിങ് ഒരു 75% നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത് നമ്മുടെ ക്രിസ്മസ് പരീക്ഷയ്ക്കാണ്. ഈ ചാപ്റ്ററിനെ നമുക്കങ്ങ് ഒഴിവാക്കാൻ സാധിക്കില്ല. അപ്പൊ എല്ലാവരും റെഡി ആയിട്ടിരുന്നോളൂ. നമ്മൾ ഈ ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഒന്നാമത്തെ ചോദ്യം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ടു വിച്ച് ബ്ലോക്ക് ഓഫ് ദ പീരിയോഡിക് ടേബിൾ ഡസ് ലാന്തനോയിഡ്സ് ബിലോങ്സ്? ലാന്തനോയിഡുകൾ പീരിയോഡിക് ടേബിളിലെ ഏത് ബ്ലോക്കിലാണ് ഉൾപ്പെടുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ ലാന്തനോയിഡ്സ് ആൻഡ് ആക്ടിനോയിഡ്സ് ഈ രണ്ടാൾക്കാരുമുള്ള ബ്ലോക്ക് എന്ന് പറയുന്നത് എഫ് ബ്ലോക്ക് ആണ്. പീരിയോഡിക് ടേബിളിനെ 4 ബ്ലോക്കുകളായിട്ട് നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, എഫ് ബ്ലോക്ക്. 1, 2 ഗ്രൂപ്പിലുള്ള ആൾക്കാര് എസ് ബ്ലോക്കിലാണ്. ഗ്രൂപ്പ് 3 മുതൽ 12 വരെയുള്ള ആൾക്കാര് ഡി ബ്ലോക്കിലാണ്. 13 മുതൽ 18 വരെയുള്ള ആൾക്കാര് പി ബ്ലോക്കിലാണ്. ലാസ്റ്റ്ലി 6th and 7th പീരീഡിലുള്ള കുറച്ച് ആൾക്കാരെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇവരാണ് നമ്മുടെ ലാന്തനോയിഡുകളും ആക്ടിനോയിഡുകളും. ഇവർ രണ്ടുപേരും എഫ് ബ്ലോക്കിലാണ് ഉൾപ്പെടുന്നത്. റെഡി? അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. 3rd ഷെൽ ഓഫ് ആൻ ആറ്റം ഹാസ് 3 ഇലക്ട്രോൺസ്. ഒരു ആറ്റത്തിന്റെ 3ാമത്തെ ഷെല്ലിൽ 3 ഇലക്ട്രോണുകൾ ഉണ്ട്. റൈറ്റ് ഡൗൺ ദ കംപ്ലീറ്റ് സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. ഈ മൂലകത്തിന്റെ പൂർണ്ണമായിട്ടുള്ള സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതി കൊടുക്കണം. അതെങ്ങനെയാണ് നമുക്ക് എഴുതാൻ സാധിക്കുക? നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ എന്താ? ഒരാറ്റം. ഓക്കെ, അവന്റെ കയ്യിൽ 1ാമത്തെ ഷെല്ലുണ്ട്, 2ാമത്തെ ഷെല്ലുണ്ട്, 3ാമത്തെ ഷെല്ലുണ്ട്. ഈ 3ാമത്തെ ഷെല്ലിൽ ഈ ആറ്റത്തിൽ ഇതാ ഇങ്ങനെ 3 ഷെല്ലുകൾ ഉണ്ട് അല്ലെ. 3ാമത്തെ ഷെല്ലിൽ മൊത്തത്തിൽ 3 ഇലക്ട്രോൺ ഉണ്ട് എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് വേണ്ടത് സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ആണ്. അപ്പൊ ഓരോ ഷെല്ലിലെയും സബ്ഷെല്ലുകൾ ഏതൊക്കെയാണ് എന്ന് ആദ്യം തന്നെ നമുക്കൊന്ന് എഴുതി വെക്കാം. 1ാമത്തെ ഷെല്ലിൽ 1s ഉണ്ട് അല്ലെ. അപ്പൊ ഷെല്ലുകളുടെ എണ്ണവും സബ്ഷെല്ലുകളുടെ എണ്ണം തുല്യമാണ് എന്ന കാര്യം എന്റെ കുഞ്ഞുങ്ങൾ ആരും മറന്നു പോവരുത്. 1ാമത്തെ ഷെല്ലിൽ 1 സബ്ഷെൽ, 2ാമത്തെ ഷെല്ലിൽ 2 സബ്ഷെല്ലുണ്ട്, 2s ഉണ്ട്, 2p ഉണ്ട്. ഇനി 3ാമത്തെ ഷെല്ലിലേക്ക് വരുമ്പോൾ അവിടെ 3 സബ്ഷെല്ലുകൾ ഉണ്ട്. ഏതൊക്കെ സബ്ഷെല്ലുകളാണുള്ളത്? 3s ഉണ്ട്, 3p ഉണ്ട്, 3d ഉണ്ട്. ഇനി നമുക്ക് ഇലക്ട്രോണിനെ ഫില്ല് ചെയ്യാം. അതിനു മുമ്പേ നമുക്ക് തന്നിട്ടുള്ള ഇൻഫർമേഷൻ നമുക്കൊന്ന് വായിച്ചു നോക്കാം. 3ാമത്തെ ഷെല്ലിൽ 3 ഇലക്ട്രോൺ ഉണ്ട് എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ 3 ഇലക്ട്രോണിൽ ആദ്യം തന്നെ നമ്മൾ ആർക്കാണ് ഇലക്ട്രോണിനെ കൊടുക്കേണ്ടത്? ഡിക്കാണോ കൊടുക്കേണ്ടത്? അല്ല. ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജി, ഊർജ്ജം കൂടിക്കൂടി വരുന്നതനുസരിച്ചിട്ടാണ് ഇലക്ട്രോൺസ് കയറുന്നത് അല്ലെ. അങ്ങനെയാണെങ്കിൽ ആദ്യം ഇലക്ട്രോൺ കയറേണ്ടത് 3sലേക്കാണ്. ഇനി അവിടെ മറ്റൊരു കാര്യം കൂടെ നമ്മൾ ഓർത്തിരിക്കണം. ഓരോ സബ്ഷെല്ലിലും എത്ര ഇലക്ട്രോണുകൾ വീതമാണ് കയറുക എന്നുള്ള കാര്യം കൂടെ നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ ഇത് നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. എസ് എന്ന് പറയുന്ന സബ്ഷെല്ലിൽ പരമാവധി 2 ഇലക്ട്രോൺ ആണ്. പിയിൽ 6 ആണ് അല്ലെ, ഡിയിൽ 10 ആണ്, എഫിലോ 14 ആണ്. അപ്പൊ 3s എന്ന് പറയുമ്പോൾ എഗെയിൻ എസ് എന്ന് പറയുന്ന സബ്ഷെല്ലിൽ നമ്മുടെ കയ്യിലുള്ള 3 ഇലക്ട്രോണിൽ 2 എണ്ണത്തിനെ കൊടുക്കണം. ഇനി മിച്ചമുള്ളത് എത്ര ഇലക്ട്രോൺ ആണ്? 1 ഇലക്ട്രോൺ ആണ്. ഈ 1 ഇലക്ട്രോണിനെ 3pക്ക് കൊടുക്കാം. 3dയിൽ ഇലക്ട്രോൺ ഒന്നും തന്നെയില്ല അല്ലെ. അപ്പൊ 3s2 3p1 ആണ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? 1s തൊട്ട് ആദ്യം തന്നെ എന്തായാലും 3rd ഷെല്ലിലേക്ക് ഇലക്ട്രോൺ പോയില്ല അല്ലെ. 1sലും 2sലും 2pയിലും ഒക്കെ കയറിയതിനു ശേഷം മാത്രമേ 3യിലേക്ക് പോവുകയുള്ളൂ. അപ്പൊ നമുക്ക് ഓരോ സബ്ഷെല്ലിലെയും ഇലക്ട്രോൺസിനെ ഇനി വീതിച്ചു കൊടുക്കാം. 1sൽ ടോട്ടൽ 2 ഇലക്ട്രോൺ കയറും. എഗെയിൻ 2sൽ 2 ഇലക്ട്രോൺ, പി സബ്ഷെല്ലിൽ മാക്സിമം 6 ഇലക്ട്രോൺ കയറിയിട്ടുണ്ടാവും. അപ്പൊ ഈ ആറ്റത്തിന്റെ കംപ്ലീറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 1s2 2s2 2p6 3s2 3p1 ആയിരിക്കും. റെഡി? അടുത്തത്, ടു വിച്ച് ഗ്രൂപ്പ് ഓഫ് ദ പീരിയോഡിക് ടേബിൾ ഡസ് ദിസ് എലമെന്റ് ബിലോങ്? ഈ മൂലകം പീരിയോഡിക് ടേബിളിലെ ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു എന്നാണ്. അപ്പൊ ഗ്രൂപ്പ് ആണ് നമുക്ക് അറിയേണ്ടതെങ്കിൽ ആദ്യം നമ്മൾ തിരിച്ചറിയേണ്ടത് അവന്റെ ബ്ലോക്ക് ഏതാണെന്നാണ്. അപ്പൊ ബ്ലോക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ, കാരണം എസിനും പിക്കും ഡിക്കും ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ ഡിഫറെന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ് അല്ലെ. അപ്പൊ ഇത് ഏത് ബ്ലോക്ക് ആണ്? ബ്ലോക്ക് ഏതാണ് നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുക? അവസാനത്തെ ഇലക്ട്രോൺ കയറുന്നത് ഏത് സബ്ഷെല്ലിലാണോ അതാണ് ബ്ലോക്ക്. ഇവിടെ അവസാനത്തെ ഇലക്ട്രോൺ കയറിയിട്ടുള്ളത് പി സബ്ഷെല്ലിലാണ് അല്ലെ. അപ്പൊ ഈ എലമെന്റ്, ഈ മൂലകം എന്ന് പറയുന്നത് ഒരു പി ബ്ലോക്കിലെ എലമെന്റ് ആണ്.
എഗെയിൻ പി ബ്ലോക്കിന്റെ ഗ്രൂപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് മക്കളെ? അവസാനത്തെ പി സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടോ അതിനോട് 12 കൂട്ടിയാൽ മതി. ഇവിടെ അവസാനത്തെ പി സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 1 ഇലക്ട്രോൺ ആണുള്ളത്. അതിനോട് 12 കൂട്ടുക. അപ്പൊ നമുക്ക് എത്ര കിട്ടാം മക്കളെ? 13 എന്ന് കിട്ടും. സോ ഈ ആറ്റത്തിന്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത് 13 ആണ്. അപ്പൊ എസിനും ഡിക്കും ഒക്കെ വേറെ രീതിയിലാണ് ഗ്രൂപ്പ് കണ്ടുപിടിക്കുക. ഈ ഇക്വേഷൻ എല്ലാവർക്കും കൊണ്ടുപോയിട്ട് അപ്ലൈ ചെയ്തത് പി ബ്ലോക്കിന് മാത്രമാണ് ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കുക. ഇനി ചിലർക്ക് ഡൗട്ട് വരും, ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെയല്ലല്ലോ പറഞ്ഞിട്ടുള്ളത് അല്ലെ? ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളത് എന്താ? അവസാനത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടോ അതിനോട് 10 കൂട്ടുക എന്നാണ് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ അവസാനത്തെ ഷെല്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ തേർഡ് ഷെല്ലാണ്. തേർഡ് ഷെല്ലിൽ മൊത്തത്തിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2 + 1 3 ഇലക്ട്രോൺ ആണ്. അതിനോട് 10 കൂട്ടാം. എഗെയിൻ 3 + 10 13 എന്ന് കിട്ടും. നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ഏത് ഇക്വേഷൻ ആണോ അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. റെഡി? അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. കുറച്ച് ആൾക്കാരുടെ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ നമുക്ക് ഇലക്ട്രോൺ വിന്യാസം നൽകിയിട്ടുണ്ട്. നോക്ക്, വിച്ച് ഓഫ് ദീസ് എലമെന്റ്സ് ബിലോങ്സ് ടു ദ സെയിം ഗ്രൂപ്പ്? മക്കളെ, ഒരേ ഗ്രൂപ്പിൽ വരുന്ന മൂലകങ്ങൾ ഏതൊക്കെയാണെന്നാണ്. അപ്പൊ നമുക്ക് എല്ലാ ആൾക്കാരുടെ ഗ്രൂപ്പ് അങ്ങ് കണ്ടുപിടിക്കാം. സിമ്പിൾ അല്ലേ? ആദ്യത്തെ ആള് നോക്കിക്കേ, 3s2 3p5. അപ്പൊ ഗ്രൂപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം ആര് തിരിച്ചറിയണം? നമ്മളിപ്പോ പറഞ്ഞത് ബ്ലോക്ക് തിരിച്ചറിയണം അല്ലെ? ഇവിടെ അവസാനത്തെ ഇലക്ട്രോൺ കയറിയത് പി സബ്ഷെല്ലിലാണ് അല്ലെ? അപ്പൊ ഇവൻ പി ബ്ലോക്ക് ആണ്. അപ്പൊ പി ബ്ലോക്കിന്റെ ഗ്രൂപ്പ് നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുക? അവസാനത്തെ പി സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടോ അതിനോട് 12 കൂട്ടുക. സോ 5 + 12 5 + 12 17 എന്ന് കിട്ടും. എ എന്ന് പറയുന്ന ആള് ഗ്രൂപ്പ് 17 ആണ്. ഇനി ബി, ഈ നോക്കിക്കേ, അവസാനത്തെ ഇലക്ട്രോൺ കയറിയത് എസ് സബ്ഷെല്ലിലാണ് അല്ലെ? അവസാനത്തെ ഇലക്ട്രോൺ കയറിയത് എസ് സബ്ഷെല്ലിലാണെങ്കിൽ ഇവൻ എസ് ബ്ലോക്ക് ആണ്. എസ് ബ്ലോക്കിന്റെ ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ ഭയങ്കര സിമ്പിൾ ആണ്. എസ് സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടോ അതാണ് ഗ്രൂപ്പ്. ഇവിടെ എസ് സബ്ഷെല്ലിൽ 1 ഇലക്ട്രോൺ ഉണ്ട്. സോ ഇവൻ ഗ്രൂപ്പ് 1 ആയിരിക്കും. ഒന്നാമത്തെ ഗ്രൂപ്പിലെ എലമെന്റ് ആണ് ബി. അടുത്തത് എഗെയിൻ നോക്കിക്കേ, ഇവിടെ ഡിയും ഉണ്ട് എസും ഉണ്ട്. ഇങ്ങനെ കണ്ടു കഴിയുമ്പോൾ ഇവൻ എസ് ബ്ലോക്ക് ആണ് എന്ന് പറഞ്ഞ് ചാടിക്കേടി ഉത്തരം എഴുതരുത്. ഇവിടെ നിങ്ങൾ കാണുന്നില്ലേ ഒരു ഡി കൂടെയുണ്ട് അല്ലെ? അപ്പൊ എസിൽ ഇലക്ട്രോൺ കയറിയതിന് ശേഷം ഡിയിലേക്ക് കയറിയിട്ടുണ്ട്. അവസാനത്തെ 5 ഇലക്ട്രോൺ കയറിയിരിക്കുന്നത് ഇവിടെ 3Dയിലാണ്. വിച്ച് മീൻസ് ഇതൊരു ഡി ബ്ലോക്ക് ആണ്. മക്കളെ, ഡി ബ്ലോക്കിന്റെ ഗ്രൂപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ അവസാനത്തെ ഡി സബ്ഷെല്ലിലും എസ് സബ്ഷെല്ലിലും എത്ര ഇലക്ട്രോൺ ഉണ്ടോ അത് തമ്മിൽ കൂട്ടാം. ഇവിടെ അവസാനത്തെ ഡി സബ്ഷെല്ലിൽ 5 ഇലക്ട്രോൺ ഉണ്ട്, എസിൽ 2 ഉണ്ട്. രണ്ടും കൂടെ കൂട്ടിയാൽ നമുക്ക് 7 എന്ന് കിട്ടും. ഓക്കെ, ഇനി എഗെയിൻ അവസാനത്തെ ആറ്റത്ത് നോക്കിക്കേ, ലാസ്റ്റത്തെ ഇലക്ട്രോൺ കയറിയിട്ടുള്ളത് 4p പി സബ്ഷെല്ലിലാണ് അല്ലെ? ഇതൊരു പി ബ്ലോക്ക് എലമെന്റ് ആണ് അല്ലെ? അപ്പൊ പി ബ്ലോക്ക് ആണെങ്കിൽ ഗ്രൂപ്പ് കണ്ടെത്താൻ നമ്മൾ എന്താ ചെയ്യാ? അവസാനത്തെ പി സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടോ അതിനോട് 12 കൂട്ടാം. അവസാനത്തെ പി സബ്ഷെല്ലിൽ 5 ആണ്. 12 കൂട്ടിയാൽ 17 എന്ന് കിട്ടും. അപ്പൊ ഇനി നമുക്ക് ഉത്തരം പറയാം അല്ലെ? ഒരേ ഗ്രൂപ്പിലുള്ളത് ആരൊക്കെയാ? സിമ്പിൾ, എയും ഡിയുമാണ് ഗ്രൂപ്പ് 17. ഇനി അടുത്തത്, വിച്ച് എലമെന്റ് ഹാസ് ദ ലോവസ്റ്റ് അയോണൈസേഷൻ എനർജി? അയോണീകരണ ഊർജം ഏറ്റവും കുറഞ്ഞത് ആരാണെന്നാണ്. അപ്പൊ നമ്മുടെ പീരിയോഡിക് ടേബിളില് അയോണൈസേഷൻ എനർജി, അയോണീകരണ ഊർജത്തിന്റെ ആ ഒരു ട്രെൻഡ് നമ്മൾ എടുക്കുകയാണെങ്കിൽ പീരിയോഡിക് ടേബിൾ ഇങ്ങനെ ഇരിക്കുകയാണ് എന്നെ കുഞ്ഞുങ്ങൾ വിചാരിക്കുക കേട്ടോ. കുറച്ചും കൂടെ വൃത്തിയുള്ള നല്ല ഭംഗിയാണ് നമ്മുടെ പീരിയോഡിക് ടേബിള്. തൽക്കാലം വിചാരിക്കുക, ഇടത്ത് നിന്ന് വലത്തേക്ക് പോകുന്തോറും അയോണൈസേഷൻ എനർജി കൂടി 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 വരും. ഓക്കെ, അപ്പൊ ഇടതുവശത്തിരിക്കുന്നത് എസ് ബ്ലോക്ക്, പിന്നെ നടുവിലിരിക്കുന്നത് ഡി ബ്ലോക്ക്, ലാസ്റ്റ് ഇരിക്കുന്നത് പി ബ്ലോക്ക്. അപ്പൊ എസിൽ നിന്ന് പിയിലേക്ക് പോകുന്തോറും അയോണൈസേഷൻ എനർജി കൂടി കൂടി വരികയാണ് ചെയ്യുന്നത്. ഇനി അടുത്തത്, മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുക? മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ താഴേക്ക് വരുന്തോറും അയോണൈസേഷൻ എനർജി കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഇവിടെ എ ബി സി ഉണ്ടെന്ന് വിചാരിക്കുക അല്ലെ? മുകളിലുള്ള ആൾക്കാർക്കും അയോണൈസേഷൻ എനർജി കൂടുതൽ, താഴേക്ക് വരുന്നവരും കുറയുന്നു. സോ സിക്ക് ഇവിടെ കുറവായിരിക്കും. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ കയ്യിലുള്ള ആൾക്കാരെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. എ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് 17 ആണ്. ബി എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് 1 ആണ് അല്ലെ? ഇനി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ബി എന്ന് പറയുന്നത് ഗ്രൂപ്പ് 1 ആണ്, സി എന്ന് പറയുന്നത് ഗ്രൂപ്പ് 7 ആണ്, എ ഗ്രൂപ്പ് 17 ആണ്, ഡിയും ഗ്രൂപ്പ് 17 ആണ്. അപ്പൊ നമുക്ക് മനസ്സിലായി അയണൈസേഷൻ എനർജി ഏറ്റവും കുറവുള്ളത് ആരാണെന്നല്ലേ. പീരിയോഡിക് ടേബിളിന്റെ ഏറ്റവും ഇടതുവശത്തുള്ള ആൾക്ക് ഏറ്റവും അയണൈസേഷൻ എനർജി കുറവായിരിക്കും. അപ്പൊ ഏറ്റവും ഇടതുവശത്തുള്ള ആളെന്ന് പറയുന്നത് ഇവിടെ ബി ആണ്. സോ അയണൈസേഷൻ എനർജി ഏറ്റവും കുറവ്, അയോണീകരണ ഊർജം ഏറ്റവും കുറഞ്ഞ ആളെന്ന് പറയുന്നത് ബി ആയിരിക്കും. അടുത്തത്, വിച്ച് ഈസ് ദ എലമെന്റ് ദാറ്റ് ഓൾവേസ് ഷോ +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. +1 ഓക്സീകരണ അവസ്ഥ മാത്രം കാണിക്കുന്ന മൂലകം ഏതാണെന്നാണ് മക്കളെ. ഗ്രൂപ്പ് 1 എടുത്തു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ എസ് ബ്ലോക്കിൽ ഉൾപ്പെടുന്ന ഗ്രൂപ്പ് 1 എടുത്തു കഴിഞ്ഞാൽ അവർ എപ്പോഴും +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാത്രമേ കാണിക്കാറുള്ളൂ. അതായത് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ അവർ ഒരു ഇലക്ട്രോണെ മാത്രമേ വിട്ടുകൊടുക്കൂ. ഇനി ഗ്രൂപ്പ് 2 ആണെങ്കിൽ എപ്പോഴും +2 മാത്രമേ കാണിക്കാറുള്ളൂ. അപ്പൊ ഇവിടെ ഗ്രൂപ്പ് 1 ആരാണ്? യെസ്, ബി ആണ് അല്ലെ. അപ്പൊ ബി ആണ് എപ്പോഴും +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്. ഇനി C4+ അയോണിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. C4 എന്ന് പറഞ്ഞാൽ ആർഗൺ, പിന്നെ 3d5 4s2 അല്ലെ. ഇതാണ് സി എന്ന് പറയുന്ന ആള്. C4+ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? എപ്പോഴാ പോസിറ്റീവ് ചാർജ് വരുന്നത്? ഇലക്ട്രോണിനെ നഷ്ടപ്പെടുമ്പോൾ. അപ്പൊ സി എന്ന് പറയുന്ന ഈ ആറ്റത്തിന്റെ കയ്യിൽ നിന്നും ഇലക്ട്രോണിനെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എത്ര ഇലക്ട്രോണിനെ നഷ്ടപ്പെട്ടു? 4 ഇലക്ട്രോണിനെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ മക്കളെ ഓർക്കുക, ഇലക്ട്രോൺ പോകുന്ന സമയത്ത് ആദ്യം എസിൽ നിന്നാണ് പോവുക, അതിനുശേഷം മാത്രമേ ഡിയിൽ നിന്ന് ഇലക്ട്രോണിനെ കളയാൻ പാടുള്ളൂ. അപ്പൊ ആദ്യം ഇവിടെ 4s നിന്ന് 2 ഇലക്ട്രോൺ പോകുന്നു. ഇനി എത്ര ഇലക്ട്രോൺ ബാക്കിയുണ്ട്? 2 ഇലക്ട്രോൺ കൂടെ ബാക്കിയുണ്ട് അല്ലെ. ഈ 2 ഇലക്ട്രോൺ 3ഡിയിൽ നിന്ന് പോകുന്നു. അപ്പോൾ എങ്ങനെയാ വരിക? ആർഗൺ ഓൾറെഡി 5 ഉണ്ടായിരുന്നു, 2 പോയാൽ 3d3 എന്ന് വരും. ഇനി നമുക്ക് ഇതിനെ വിശദമായിട്ട് എഴുതണം എന്നുണ്ടെങ്കിൽ ആർഗൺ എടുത്തു കഴിഞ്ഞാൽ അറ്റോമിക് നമ്പർ 18 ആണ്. അത് ഓർത്ത് വെക്കണം കേട്ടോ. 1s2 2s2 2p6 3s2 3p6 3d3 ആണ്. 4s ഉണ്ടോ? 4s ഒക്കെ പോയി അല്ലെ. ഇതാണ് C4+ അയോണിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. മക്കളെ ഇതേപോലെ ഒരുപാട് ചോദ്യങ്ങളാണ് നമുക്ക് പഠിക്കുമ്പോൾ പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ ഇനി ഇതേപോലെ ഒരുപാട് ചോദ്യങ്ങളും ഇതേപോലെ നോബൽ ഗ്യാസിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാനും എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കുന്ന ഒരു സ്ഥലമുണ്ട് നമ്മുടെ അസ്ത്ര ബാച്ചിൽ. അപ്പൊ നമ്മൾ വെറുതെ കോൺസെപ്റ്റ് പഠിച്ചത് കൊണ്ട് മാത്രം ഒരു പ്രയോജനവും ഇല്ല. നമ്മൾ നല്ല രീതിയിൽ തന്നെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് റിവൈസ് ചെയ്ത് മുൻപോട്ട് പോകണം. അപ്പം നിങ്ങൾക്ക് ഇനിയും അസ്ത്ര ബാച്ചിൽ ചേരാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടത് എന്ന എല്ലാ കാര്യങ്ങളും, നമ്മുടെ ബാച്ചിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. എന്നിട്ട് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെന്ന് തോന്നിയാൽ മാത്രം നമ്മുടെ ബാച്ചിലേക്ക് വന്നാൽ മതി. അപ്പം ഇനിയും രണ്ടാമതായിട്ട് ചിന്തിക്കാൻ നമ്മുടെ മുമ്പിൽ സമയമില്ല. നിങ്ങൾ അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, SSLC പരീക്ഷയിൽ നല്ലൊരു വിജയം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ ഉറച്ചൊരു തീരുമാനം എടുക്കുക കേട്ടോ. അപ്പൊ നിങ്ങളെ കാലത്ത് ബാച്ചിൽ ഞാൻ ഉണ്ടാവും. അപ്പോഴേ പോവാൻ വരട്ടെ. ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം താഴത്തെ കമന്റ് ബോക്സിൽ എല്ലാവരും കമന്റ് ചെയ്യണം. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായി നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തോ. സോ മക്കളെ, ദിസ് ഇസ് മീ, നിങ്ങളുടെ സ്വന്തം മിഥില മിസ്, സൈനിങ് ഓഫ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.